അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് മാജിക് മാസ്ക് എന്താണെന്ന് പരിചയപ്പെടാം അല്ലേ. നമ്മൾ ഫ്യൂഷൻ്റെ അകത്ത് മാജിക് മാസ്ക് ഉണ്ട്, കളർ ഗേഡിൻ്റെ അകത്ത് മാജിക് മാസ്ക് ഉണ്ട്. ഇത് നമ്മൾ കളർ ഗേഡിൻ്റെ അകത്ത് മാജിക് മാസ്കിനാണ് പരിചയപ്പെടുന്നത്. ഓക്കെയാണ്. ഈ ഒരു നോഡിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്ത ശേഷം താഴെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഐക്കൺ കാണാൻ പറ്റില്ല. അതിൽ വെച്ച് കഴിഞ്ഞാൽ AI മാജിക് മാസ്ക് എന്ന് കാണാൻ പറ്റും, ഇല്ലെങ്കിൽ മാജിക് മാസ്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ വേർഷന് 20 ആണ്, പബ്ലിക് ബീറ്റ പുതിയതായിട്ട് വന്നാണ്. അപ്പോൾ അത് കാരണമാണ് ഇവിടെ AI മാജിക് മാസ്ക് തരുന്നത്. അപ്പോൾ നിങ്ങൾ 19 ഉപയോഗിക്കുന്നതെങ്കിൽ മാജിക് മാസ്ക് എന്നായിരിക്കും ഉണ്ടാവുക. അതേപോലെ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഒബ്ജക്റ്റ്, അതേപോലെ പേഴ്സൺ, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ എക്സ്ട്രാ ഉണ്ടാവും. അപ്പോൾ അതിൽ ഒബ്ജക്റ്റ് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ 19 ആണെങ്കിലും ഇപ്പോൾ നിങ്ങൾ 20 എത്തിയിട്ടുണ്ടാവില്ലേ. ഓക്കെ, എന്ത് ചെയ്യാം, ഈ പ്ലസ് ബട്ടൺ ഇല്ലേ, ഈ പ്ലസ് ബട്ടൺ ആണെന്ന് കൺഫേം ആക്കിയ ശേഷം ഇവിടെ വന്ന് നമുക്ക് വേണ്ട ഏരിയ വരച്ച് കൊടുക്കുക. അപ്പോൾ 19 ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ വരയ്ക്കണം. ഇപ്പോൾ 20 ആയതുകൊണ്ട് വരയ്ക്കുന്ന ഒരു ഓപ്ഷൻ ഇപ്പോൾ ഇല്ല, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു കളറുമായിട്ട് അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയ ഭാഗങ്ങളൊക്കെ ക്ലിക്ക് ആകും. കണ്ടോ, ബ്ലാക്കിൻ്റെ ഭാഗങ്ങൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഏതൊക്കെ ഭാഗങ്ങൾ വേണോ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ മാക്സിമം ഭാഗങ്ങൾ ടിക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഇതിൽ എന്തെങ്കിലും ഭാഗങ്ങൾ വരണ്ടെന്നുണ്ടെങ്കിൽ ഈ മൈനസ് ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഭാഗങ്ങൾ അത് റിമൂവ് ചെയ്യും ഓട്ടോമാറ്റിക്കലി. ഓക്കെയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്ത ഭാഗങ്ങൾ കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഈ ടിക്ക് ചെയ്ത ഭാഗങ്ങൾ ടിക്കായോ ഇല്ലയെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു ഐക്കൺ ഉണ്ടോ, ഈ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ടിക്ക് ചെയ്ത ഭാഗങ്ങൾ ഒരു ചുവന്ന കളറായിട്ട് കാണാൻ പറ്റും. കണ്ടോ, ഇതേപോലെ ചുവന്ന കളറായിട്ട് കാണാൻ പറ്റും. ഇതൊന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണൂല. ഓക്കെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് മനസ്സിലാക്കുക. ഇനി ഈ സെലക്ട് ചെയ്ത ഭാഗത്തിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം, അതായത് ഈ സെലക്ട് ചെയ്തതിൻ്റെ എക്സ്ക്ലൂഡ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ ഇതാ ഈ ഒരു ഐക്കൺ കണ്ടോ, ഈ ഐക്കണാണ് ഇൻവേർട്ട് ഐക്കൺ, ഇൻവേർട്ട് മാസ്ക് എന്ന് പറയും. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ പുറം ഭാഗം മൊത്തം സെലക്റ്റഡ് ആയി, ലേഡി സെലക്റ്റഡ് ആയില്ല. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്യുന്ന ഒരു കാരണമുണ്ട്. ഇത് നല്ലപോലെ ഡാൻസ് ചെയ്യുന്നൊരു മൂവിങ് ക്ലിപ്പാണ്. ഇതിന് നമുക്ക് മാസ്ക് ചെയ്ത് നോക്കാം കിട്ടുമോ എന്നുള്ളത് അല്ലേ, മാജിക് മാസ്കിങ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത്രയും ഓപ്ഷൻസ് ആണ് ഉള്ളത്. പിന്നെ പെയിൻറ്റ് ഓപ്ഷൻ ഉണ്ട്. ഏതെങ്കിലും ഭാഗം ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് എക്സ്ക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ഇത്തിരി വരച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ പുറത്തേക്ക് തള്ളിപ്പോയ ഭാഗങ്ങളുണ്ടെങ്കിൽ അങ്ങനെ വരുവാണെങ്കിൽ. പിന്നെ മൈനസും അതേപോലെ തന്നെ വേണ്ടാത്ത ഭാഗമാണെങ്കിൽ ഇതേപോലെ മായ്ച്ച് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഈ രണ്ടെണ്ണം. ഓക്കെ, പിന്നെ അതിൻ്റെ സൈസ് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ബട്ടണാണ് ഇവിടെ വരുന്നത്. ഇനി തൊട്ട് താഴെയായിട്ട് നമുക്ക് കാണാൻ പറ്റും ക്വാളിറ്റി എന്നില്ല, അതിൻ്റെ അകത്ത് ബെറ്റർ ഉണ്ട്, ഫാസ്റ്റർ ഉണ്ട്. അപ്പോൾ നമുക്ക് ബെറ്റർ കൊടുക്കാം. അപ്പോൾ നല്ല ബെറ്റർ ആയിട്ടുള്ളൊരു കട്ടിങ് കിട്ടും. സൈഡിലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊക്കെ റിമൂവ് ചെയ്ത്, പിന്നെ സ്മാർട്ട് റിഫൈൻ എന്നുള്ള ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി കിട്ടും. അത് കുറയ്ക്കാം കൂട്ടാം, നമുക്ക് എങ്ങനെയാണോ ആവശ്യം അതേപോലെ ചെയ്യാം. അപ്പോൾ ഞാനിത് ഡിഫോൾട്ടായിട്ട് തന്നെ ഇടുകയാണ്, റീസെറ്റ് ചെയ്ത് ഡിഫോൾട്ടായിട്ട് തന്നെ ഇടുകയാണ്. ഇവിടെ ബെറ്റർ കൊടുക്കുന്നുണ്ട്. എന്തായാലും ഫസ്റ്റ് എന്ന് മാറ്റിയിട്ട് ബെറ്റർ എന്നുള്ള ഓപ്ഷനിലേക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ സ്മൂത്തനിങ്, ബ്ലർ, റേഡിയസിങ് എന്ന് കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ മാറ്റാനുള്ള കാര്യങ്ങൾ കിട്ടും. ഡിഫോൾട്ടായിട്ട് ഇട്ടാൽ തന്നെ നല്ല അടിപൊളിയായിട്ട് കിട്ടുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി നമുക്ക് ട്രാക്ക് ചെയ്യണം. ഇതിന് എങ്ങനെയാണ്, ഈ ഫോർവേഡ് ബാക്ക്വേഡ് ഒരു ഐക്കൺ ഉണ്ടോ, ഒരാരോ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്വേർഡേക്കും മുന്നേട്ടേക്കും ഇത് ട്രാക്ക് ചെയ്യാൻ നോക്കാം അല്ലേ. അപ്പോൾ നമ്മൾ ട്രാക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ പ്ലേ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ബാക്ക്ഗ്രൗണ്ടിനെ ഇനി റിമൂവ് ചെയ്യണം. അത് റിമൂവ് ആയോ ഇല്ലയെന്ന് മനസ്സിലാവില്ല. അതെങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? മേലെ വന്ന് നോഡിൻ്റെ ഈ ഒരു വർക്ക് സ്പേസിൽ വന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ആഡ് ആൽഫ ഔട്ട്പുട്ട് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ അവിടെ ഒരു നീല ബട്ടൺ ഓൺ ആയിട്ട് വരും അല്ലേ. നമ്മുടെ ഇവിടെയുള്ള ആൽഫ ഔട്ട്പുട്ടിൻ്റെ ഈ ഒരു നീലയെന്നൊരു പൈപ്പ് ലൈൻ വലിക്കുക, ഈ നീലയിലേക്ക് കണക്ട് ചെയ്യുക. സിമ്പിളാണ്. ഇപ്പോഴും കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഓവർലേ ഇല്ലേ നമുക്ക് കാണാൻ വേണ്ടി ആഡ് ചെയ്ത് ഇതിനൊന്ന് ഓഫ് ചെയ്യണം. കണ്ടോ, അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. അത് ട്രാക്ക് ചെയ്ത് കട്ട് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ കണ്ടോ, ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് ഫ്രെയിമിലാണ് റെഫറൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ ഏരിയയിലേക്ക് വരും. കണ്ടോ, ഈ ഫ്രെയിമാണ് നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്തതും ഇത് തന്നെയാണ് റെഫറൻസ് ഫ്രെയിമും. അപ്പോൾ ഇവിടേക്ക് വന്നു. ഓക്കെ, ബാക്കിയെല്ലാം ഓക്കെയാണ്. ഇതേപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മാജിക് മാസ്ക് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും കളർ ഗ്രേഡൊക്കെ ചെയ്യണമെങ്കിൽ കളർ ഗ്രേഡൊക്കെ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയിൽ ബാക്കി കാര്യങ്ങൾ പറയും. ഇപ്പോൾ ഈ ഒരു ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. ഓക്കെ.